ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 21 നാരദോപാഖ്യാനം. ഋഭു മഹർഷി ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തിരിക്കുമ്പോൾ ഭഗവാൻ രാധാകൃഷ്ണ സമേതനായിട്ടാണ് ഋഭു മഹർഷിക്ക് ദർശനം കൊടുക്കുന്നത്. അങ്ങനെ ഇനി ഒന്നും തനിക്ക് നേടാനില്ലെന്ന് മനസ്സിലാക്കിയ ഋഭു മഹർഷി തൻ്റെ ദേഹം അവിടെ തന്നെ ത്യജിച്ചുകൊണ്ട് ഗോലോകത്തേക്ക് യാത്രയായി. ആ മഹർഷി ധന്യനാണെന്നും അദ്ദേഹത്തിൻ്റെ പാരലൗകിക ക്രിയകൾ ഭഗവാൻ തന്നെ ചെയ്യണമെന്നും രാധാറാണി ശ്രീകൃഷ്ണനോട് പറയുമ്പോഴത്തേക്കും ആ ഭൂമിയിൽ ഉപേക്ഷിച്ച ഋഭു മഹർഷിയുടെ ദേഹം ജലമായി പ്രവഹിച്ച് രോഹിത പർവ്വതത്തിലെ ഒരു പുണ്യനദിയായി തീർന്നു. അതു കണ്ട രാധാറാണി ഭഗവാനോട് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം ചോദിച്ചു. ആ മഹർഷിക്ക് ഭഗവാനിൽ പരമഭക്തി ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് ദേഹം ജലമായി തീർന്നതെന്നും ഭഗവാൻ പറഞ്ഞു. മുമ്പൊരിക്കൽ താൻ ജലമായി തീർന്നതുപോലെ തന്നെ തൻ്റെ ഭക്തനും ജലമായി തീർന്നെന്നായിരുന്നു ഭഗവാന്റെ മറുപടി. ആ കഥ തനിക്ക് പറഞ്ഞു തരണമെന്ന് രാധാറാണി പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ കഥ പറയാൻ ആരംഭിച്ചു. വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിച്ച് സൃഷ്ടി ആരംഭിച്ചു. ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് നാരദ മഹർഷി ഉണ്ടായി. അദ്ദേഹം ഭക്തിയിൽ മുഴുകി ഗാനം ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിനോട് ലോകസഞ്ചാരം നിർത്തി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. എന്നാൽ നാരദ മഹർഷി ആ ആജ്ഞ നിരസിച്ചു. ക്രുദ്ധനായ ബ്രഹ്മാവ് നാരദ മഹർഷിയെ എപ്പോഴും പാടുന്ന ഗന്ധർവനായി പോകട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കാരണമായി നാരദ മഹർഷി ഒരു കൽപ്പം മുഴുവൻ ഉപബർഹണൻ എന്ന ഗന്ധർവപതിയായി പാടിക്കൊണ്ടു നടന്നു. ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മസദസ്സിൽ കുറേ സ്ത്രീകളോടുകൂടെ പാട്ടുപാടി. അപ്പോൾ മനസ്സ് അസുന്ദരിമാരിൽ ലയിക്കയാൽ താളം പിഴച്ചതു കാരണം ബ്രഹ്മാവ് അദ്ദേഹത്തെ ശ്രുതനായി പോകട്ടെ എന്ന് ശപിച്ചു. അദ്ദേഹം ഭക്തി നിറഞ്ഞ കീർത്തനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും ഉപബർഹണൻ ഒരു ദാസീപുത്രനായിട്ടായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും കീർത്തനങ്ങൾ നല്ലവണ്ണം ഭംഗിയായിട്ട് ആലപിച്ചിട്ടുണ്ടായിരുന്നു നാരദ മഹർഷി. ഒരിക്കൽ അദ്ദേഹം പര്യടനത്തിനിടയ്ക്ക് ഇളാവൃതം എന്ന സ്ഥലത്തെത്തി. അവിടെ ജംബൂനദം എന്ന സ്വർണം വിളയുന്ന ജംബൂനദി ഒഴുകുന്നുണ്ടായിരുന്നു. അവിടെ രത്നപ്രസാദങ്ങളിൽ ദിവ്യരത്നമായ സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവർ ദിവ്യന്മാരെങ്കിലും പല വിധത്തിലുള്ള അംഗഭംഗങ്ങൾ ഉള്ളവരായിരുന്നു. ദിവ്യന്മാരായ അവർക്ക് അപ്രകാരം അംഗഭംഗം ഉണ്ടാവാൻ കാരണമെന്തെന്ന് നാരദ മഹർഷി അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവർ തങ്ങളുടെ ശരീരം കാരണം വളരെ ദുഃഖം അനുഭവിക്കുന്നുവെന്നും അത് ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുമായിരുന്നു. തങ്ങൾ വേടപുരിയിൽ താമസിക്കുന്ന രാഗങ്ങളാണെന്നും ബ്രഹ്മപുത്രനായ നാരദൻ കാലവും താളവുമില്ലാതെ പാടിക്കൊണ്ടു നടക്കുന്നതിനാലാണ് തങ്ങൾ വികലാംഗരായതെന്നും അവർ നാരദ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു. ഇത് കേട്ട് വിസ്മിതനായ നാരദ മഹർഷി അവരെ പരിഹസിക്കുന്നതുപോലെ നാരദ മഹർഷിക്ക് താളകാല സ്വരങ്ങളിൽ എങ്ങനെയാണ് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചു. വൈകുണ്ഠപതിയുടെ മുഖ്യപ്രിയയായ സരസ്വതിയിൽ നിന്ന് ശിക്ഷണം ലഭിച്ചാൽ അദ്ദേഹം ജ്ഞാനിയാകുമെന്ന് രാഗങ്ങൾ പറഞ്ഞു. ഇത് കേട്ട നാരദ മഹർഷി സരസ്വതിയെ പ്രസാദിപ്പിക്കുവാൻ ശുഭ്രഗിരിയിലെത്തി. അവിടെ ജലപാനം പോലും ഇല്ലാതെ 100 കൊല്ലം തപസ് ചെയ്തു. ആ ഗിരിക്ക് ശുഭ്രഗിരി എന്ന നാമം നഷ്ടപ്പെട്ട് നാരദശൈലം എന്ന നാമം ലഭിച്ചു. പ്രസന്നയായ സരസ്വതി നാരദമുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ
അദ്ദേഹം ദേവിയെ സ്തുതിച്ചു. സന്തുഷ്ടയായ സരസ്വതി നാരദ മഹർഷിക്ക് സ്വരബ്രഹ്മവിഭൂഷിതമായ ദേവദത്തം എന്ന വീണ കൊടുത്തിട്ട് എല്ലാ രാഗങ്ങളും അവയുടെ ഭേദങ്ങളും ഉപദേശിച്ചു. രാസമണ്ഡലത്തിൽ നാരദ മഹർഷി അദ്വിതീയനായ രാഗകർത്താവാക്കിയ ശേഷം സരസ്വതീ ദേവി വൈകുണ്ഠത്തിലേക്ക് തന്നെ മടങ്ങി. സരസ്വതീ ദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ രാഗങ്ങൾ ആരെയാണ് കേൾപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നാരദ മഹർഷി ഗന്ധർവ നഗരിയിലെത്തി. അദ്ദേഹം തമ്പുരു എന്ന ഗന്ധർവനെ ശിഷ്യനായി സ്വീകരിച്ച് ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചു. നാരദ മഹർഷി പിന്നീട് ഇന്ദ്രലോകത്തിലെത്തി. എന്നാൽ അവിടെ ആരും താൽപ്പര്യം കാണിക്കയാൽ അദ്ദേഹം സൂര്യലോകത്തിലേക്ക് പോയി. സൂര്യൻ തേരിലേറി ധാവനം ചെയ്യുന്നതു കണ്ട നാരദ മഹർഷി കൈലാസത്തിൽ ചെന്നു. അവിടെ പരമേശ്വരൻ ധ്യാനനിരതനായിരിക്കുന്നത് കണ്ട നാരദ മഹർഷി ബ്രഹ്മലോകത്തിലേക്ക് പോയി. അവിടെ ബ്രഹ്മാവാകട്ടെ സൃഷ്ടികർമ്മത്തിൽ വ്യാപൃതനായിരിക്കുന്നത് കാണുകയാൽ അങ്ങനെ കണ്ടതുകൊണ്ട് നാരദ മഹർഷി വൈകുണ്ഠത്തിലേക്ക് പോയി. മഹാവിഷ്ണു ഭക്തസംരക്ഷണത്തിനു പോയിരിക്കുന്നതു കണ്ട് നാരദ മഹർഷി ത്രൈലോക്യം മുഴുവൻ സഞ്ചരിച്ച് ഒടുവിൽ ഗോലോകത്തെത്തി. അവിടുത്തെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ നികുഞ്ചത്തിൽ പ്രവേശിച്ചു. അപ്പോൾ സഖിമാർ അദ്ദേഹത്തിനോട് എവിടെ നിന്ന് വരുന്നുവെന്നും എന്തിനു വേണ്ടി വന്നു എന്നും ചോദിച്ചു. തങ്ങൾ വീണ വായിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നവനാണെന്നും വന്ന വിവരം ഭഗവാനെ അറിയിക്കണമെന്നും നാരദ മഹർഷി ഗോപികമാരെടുത്ത് പറഞ്ഞു. അവരോട് ചെന്നുകൊള്ളുവാൻ ഭഗവാൻ കൽപ്പന നൽകി. ഭഗവാന്റെ നികുഞ്ചത്തിൻ്റെ അങ്കണത്തിൽ കടന്ന് അവർ ഭഗവാനെ നമസ്കരിച്ച് സ്തോത്രങ്ങൾ ആലപിക്കാൻ തുടങ്ങി. മഹർഷി 2 പേരും ദേവദത്തമായ വീണമേട്ടിക്കൊണ്ട് നന്നായി പാടി. ആ പാട്ടു കേട്ട ഭഗവാൻ പ്രേമപരവശനായി ജലത്വം പ്രാപിച്ചു. ബ്രഹ്മജലം എന്നറിയപ്പെടുന്ന ആ ജലത്തിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട്. വൃഷ്ണിഗർഭം എന്നു പേരുള്ള ബ്രഹ്മാണ്ടവും ആ ജലത്തിലാണ് പൊങ്ങിക്കിടക്കുന്നത്. ആ ബ്രഹ്മജലത്തെ ഗംഗയെന്നും പറയുന്നു. അത് സ്വർഗത്തിൽ മന്ദാകിനി എന്നും ഭൂമിയിൽ ഗംഗ എന്നും പാതാളത്തിൽ ഭോഗവതി എന്നും അറിയപ്പെടുന്നു. ഗംഗാസ്നാനവും ഗംഗാദർശനവും വളരെ പുണ്യപ്രദമാണ്. രാധാറാണിയെ ഭയപ്പെട്ട് വിരജ വെള്ളമായി പോയതുപോലെ വിരജയുടെ പുത്രന്മാരും വെള്ളമായി തീർന്നു. വിഷ്ണു കൃഷ്ണാനദിയും ശിവൻ വേണിയും ബ്രഹ്മാവ് കൗതുമിനിയും അപ്സര ഗന്ധകിയും ആയിത്തീർന്നതുപോലെ പ്രേമഭക്തിയാൽ ഋഭുവും ജലരൂപമാണ് പ്രാപിച്ചത്. ഇപ്രകാരം പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ രാധയോടുകൂടെ ഋഭു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും മാലിനീ വനത്തിൽ എത്തി. പിന്നീട് അവർ യമുനാ പുളിന വനത്തിലേക്ക് പോയി. ഗോപികമാർ അഹങ്കാരവും ദുഃഖവും കൈവടിഞ്ഞ് അവർ ഭഗവാനെ ആലിംഗനം ചെയ്തു. അവർ ഭഗവാനെ നോക്കിയിരിക്കുകയായിരുന്നു. ഭഗവാനാകട്ടെ അവരോടൊന്നിച്ച് ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് കളിച്ചു രസിച്ചു. വേണുഗാനം കേട്ട് പ്രകൃതി പോലും നിശ്ചലമായി. അനന്തരം ഭഗവാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ നന്ദഗ്രഹത്തിൽ തിരിച്ചെത്തി. രാധ വൃഷഭാനു മന്ദിരത്തിലേക്കും പോയി. ഹരേ കൃഷ്ണ.